Hi friends, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വായ്പുണ്ണ് മാറാനുള്ള 2 ഹോം റെമഡീസാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കാണുക. ഈ വായ്പുണ്ണിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ B12 അഭാവമാണ് ഒരു പ്രധാനമായൊരു കാരണം നമ്മൾ പറയല്ലേ. കൂടുതലും കുട്ടികൾക്കാണ് ഈ ഒരു പ്രശ്നം കാണുന്നത്. ചില ആളുകൾക്ക് മുതിർന്നതിലും വായിലും അതുപോലെ തന്നെ വയറ്റിലും പുണ്ണുണ്ടാവാറുണ്ട്, അൾസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ പറ്റിയ റെമഡീസ് ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹോം റെമഡി എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ഈ ഹോം റെമഡി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആര്യവേപ്പിലയാണ്. 2-3 തണ്ട് ആര്യവേപ്പില നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. ആര്യവേപ്പിലയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ചർമ്മത്തിലെ അണുബാധ അകറ്റാനൊക്കെ മികച്ചതാണല്ലേ. ആര്യവേപ്പിലയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള നമ്മുടെ വയറിനുള്ളിലാണെങ്കിലും വായ്ക്കുള്ളിലൊക്കെ ആണെങ്കിലും ഉള്ള അണുബാധയൊക്കെ ചെറുക്കാനായിട്ട് നല്ല രീതിയിൽ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ്. ചർമ്മത്തിലെ അസ്വസ്ഥതയൊക്കെ അകറ്റാനായിട്ട് കഴിവുണ്ട്. അപ്പോൾ നമുക്ക് 2-3 തണ്ട് ആര്യവേപ്പില എടുക്കാം. കൂടുതൽ ആര്യവേപ്പില എടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അളവ് നിങ്ങൾ നമ്മുടെ ഇതനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ചൊക്കെ ഒന്ന് ക്രമീകരിക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തായിട്ട് വേണ്ടത് 10 കുരുമുളകാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആര്യവേപ്പിലയല്ലേ, അതിൻ്റെ ആ തണ്ട് മാറ്റിയിട്ട് ഇല മാത്രമായിട്ട് എടുത്തു വയ്ക്കുക. ആര്യവേപ്പില ചെറുതായിട്ട് ഞാനൊന്ന് പിച്ചിക്കീറി ഇടുന്നുണ്ട്, കാര്യം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ചതച്ചാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ആര്യവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കുക. നമ്മൾ ചതച്ചെടുത്ത ആര്യവേപ്പിലയും കുരുമുളകും നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്പൂണിന് ഏകദേശം ഒരു പകുതിയോളം ഉണ്ട്, അത്രയും മതി കേട്ടോ. കൂടിക്കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് ആ ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അളവ് കുറച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് മോരാണ്. ഒരിക്കലും നമ്മൾ മോരിന് പകരം തൈര് എടുക്കാൻ പാടില്ല, മോര് തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് മോര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ തയ്യാറാക്കിയ ഈ ഒരു മോരും വെള്ളം നമുക്ക് ഡെയിലി 1 ഗ്ലാസ് വെച്ചിട്ട് കുടിക്കാവുന്നതാണ്. വായ്പുണ്ണ് ഇല്ലാത്ത അവസരത്തിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കുടിക്കാം. പക്ഷേ നമുക്ക് ആര്യവേപ്പിലയുടെ അളവ് ഇത്രയും ചേർക്കണമെന്നില്ല, കുറച്ച് ചേർത്തിട്ടാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കുടിക്കാം. ഇപ്പോൾ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമുക്കിത് ഗാർഗിൾ ചെയ്യാനായിട്ട്, വായിൽ കൊള്ളാനായിട്ട് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു വായിലെ മുറിവും കാര്യങ്ങളൊക്കെ മാറിപ്പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു 3 ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ്. വായ്പുണ്ണ് മാറുന്നവരെ മീനും ഇറച്ചിയും അങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതൊന്നും ആര്യവേപ്പിലയൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ തേനില്ലേ, തേനും അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അത് വായിലെ മുറിവുള്ള ഭാഗത്ത് പുരട്ടുക. ഇത് നമുക്ക് ദിവസത്തിൽ പല പ്രാവശ്യം ചെയ്യാവുന്നൊരു കാര്യമാണ്. വയറ്റിലെ അൾസറിന് വളരെ നല്ലതാണ് മണിത്തക്കാളിയുടെ ഇല. ഇതാണ് നമ്മുടെ മണിത്തക്കാളിയുടെ ഇല. ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പച്ചമുളകും അതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരല്പം എണ്ണ ഒഴിച്ച് മൂപ്പിക്കുക. അതിന് ശേഷം മണിത്തക്കാളിയിലിട്ട് ഒന്ന് വഴറ്റുക. അതിൽ കുറച്ച് കഞ്ഞിവെള്ളവും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. നമുക്ക് പെട്ടെന്ന് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണത്. ഇത് രക്തശുദ്ധിക്കും അതേപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിനും ഒക്കെ നല്ലൊരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് മണിത്തക്കാളി. നമ്മുടെ മണിത്തക്കാളിയുടെ കായാണ് നിങ്ങൾ കാണുന്നത്. ഇത് വയറ്റിലെ അൾസറിന് വളരെ നല്ലൊരു ഔഷധം തന്നെയാണ്. വയറിലെ പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് വായിലൊക്കെ പുണ്ണ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഔഷധ സസ്യം കൂടി നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇതൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ വഴിവെക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും വെച്ച് പിടിപ്പിക്കുക. വായ്പുണ്ണ് വന്നു കഴിഞ്ഞാൽ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ, വേദന ഒക്കെയാണല്ലേ, അനുഭവിച്ചിട്ടില്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നമ്മൾ നന്നായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. ഇതിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും ചെയ്തു നോക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളിലൊക്കെ കൂടെ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ, വൈറ്റമിൻസിൻ്റെ കുറവുണ്ടെങ്കിൽ, അവർ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ അതൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് എല്ലാത്തരം ആഹാരങ്ങളും ഇലക്കറികളും പഴങ്ങളും ഒക്കെ കഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ രാവിലെ വൈകുന്നേരവും ബ്രഷ് ചെയ്യിക്കാനായിട്ടും മറക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വായിൽ കൂടെ മുറിവുണ്ടാകുന്നതിൻ്റെ മറ്റൊരു കാരണം നമ്മൾ ബ്രഷ് ചെയ്യുന്നതിൻ്റെ അപാകത കറക്റ്റായ രീതിയിൽ എപ്പോഴും നമ്മളൊരു 3 മാസം കൂടുമ്പോൾ ബ്രഷ് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പല്ലിൻ്റെ പ്രശ്നങ്ങൾ മൂലം പല്ല് കൊണ്ടിട്ട് വായിൽ മുറിവുണ്ടായിട്ട് അതാണോ ഈ വായ്പുണ്ണായിട്ട് മാറുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അതേപോലെ തന്നെ ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഈ മുറിവ് ഉണങ്ങുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഒരു സീരിയസ് വിഷയമായിട്ട് തന്നെ കാണണം. കാര്യം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളും അത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉടൻ തന്നെ വെച്ച് താമസിപ്പിക്കാതെ ഡോക്ടറെ കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം എല്ലാവരും നേരിടുന്നൊരു പ്രശ്നം തന്നെയാണത്. അപ്പോൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇതിനുള്ള പരിഹാരമാണ് നമ്മളിന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സുകളൊക്കെ ആണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു ഇതുപോലുള്ള നല്ലൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.